ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ശാരി ആദാ അന്വേഷിച്ചെത്തിയിരിക്കുകയാണ്. അതെ, മനോഹറിൻ്റെയും നിഷയുടെയും കല്യാണ വീഡിയോ. വരൂ മാഡം, വരൂ, ഇരിക്കൂ. കല്യാണം നടന്ന് ഒരുപാട് കല്യാണം നടക്കുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കല്യാണം നടന്ന ഡേറ്റ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, August 16. അത് കേട്ടതും എന്നാൽ പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ എടുത്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓഫീസർ ഇങ്ങനെ നോക്കുക. ആ സമയത്ത് അന്ന് ഒരാളുടെ കല്യാണമേ നടന്നിട്ടുള്ളൂ, റോഹനും നിഷയും. അത് കേട്ടതും നമ്മുടെ ശാരി ചേട്ടലോട് ഇങ്ങനെ നോക്കുക. എന്നാൽ എനിക്ക് ആ ഫോട്ടോ ഒന്ന് കാണണം സാർ. അതിനെന്താ, കാണിച്ചു തരാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ പയ്യൻ്റെ മുഖം മുല്ലപ്പൂക്കൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. അയ്യോ, ഇതിൽ മുല്ലപ്പൂക്കൾ കൊണ്ട് മറച്ചിരിക്കുകയാണല്ലോ പയ്യൻ്റെ മുഖം. അപ്പം പയ്യനെയാണ് കാണേണ്ടത് അല്ലേ? അതെ അതെ, എനിക്ക് പയ്യനെ തന്നെയാണ് കാണേണ്ടത്. അത് കേട്ടതും അയാൾ ആ പയ്യനും നിഷയും കൂടെ നിൽക്കുന്ന വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുക. അത് കണ്ടതും ശാരി ഞെട്ടി. പെട്ടെന്ന് ശാരിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകൂടാ ഒഴുകാൻ തുടങ്ങി. വെള്ളം ദാഹം കൊണ്ട് വെള്ളം ചോദിച്ചു. എനിക്കിത്തിരി വെള്ളം തരാമോ? അത് കേട്ടതും തരാമല്ലോ മാഡം എന്നും പറഞ്ഞുകൊണ്ട് ഇത്തിരി വെള്ളം കൊടുക്കുക ശാരിക്ക്. വെള്ളം കുടിച്ചു. അപ്പോൾ ശാരിയോട് അയാൾ ചോദിക്കുക, എന്താ മാഡം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിൽ കാണുന്ന പയ്യൻ മാഡത്തിൻ്റെ ആരെങ്കിലും ആണോ? അത് കേട്ടതും എൻ്റെ ആരുമല്ല എന്നും ശാരി. അപ്പോൾ പെൺകുട്ടി പെൺകുട്ടി ചെറിയൊരു റിലേറ്റീവാ. അപ്പോൾ അതാണ് കാര്യം, പയ്യൻ തരികിടയാണ് അല്ലേ മാഡം? അത് കേട്ടതും ശാരി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുക. ഈശ്വര, ഞാനിതെങ്ങനെ സഹിക്കും? അപ്പോൾ എൻ്റെ മോളുടെ ഭർത്താവും അവളുടെ ഭർത്താവും ഒക്കെ ഒരാൾ തന്നെ. എല്ലാത്തിനും കൂടെ ചേർന്ന അനീഷ അന്ന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? ആരോട് പറയും? അപ്പം ആ ബകാസുരൻ എല്ലാം അറിഞ്ഞിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശാരി അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കി അങ്ങ് പോവുക. അപ്പം അയാൾ ഇതെന്താ ഇവരൊന്നും മിണ്ടാതെ പോയത്? വീഡിയോ കാണണമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. എന്തായാലും പ്രശ്നം ഉണ്ടായിരിക്കും പയ്യൻ്റെ കാര്യത്തിൽ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അയാളും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരി കരഞ്ഞുകൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക വണ്ടിയിൽ. എങ്ങനെയെങ്കിലും എൻ്റെ മോളോടെല്ലാം പറയണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ മോളെ ഇതൊക്കെ എങ്ങനെ അറിയിക്കും? ഈശ്വര, അവനൊരു പക്ക ക്രിമിനലാണെന്നും ഫ്രോഡാണെന്നും എൻ്റെ മോൾ അറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് കിരണ്ടെ കല്യാണിയാണ്. അവർ രണ്ടുപേരും കുഞ്ഞാവെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, ഇവനും അച്ഛനെ പോലെ തന്നെ ജിമ്മനാണെന്ന് തോന്നുന്നേ. ഇവൻ്റെ ഒരു ചവിട്ട് കിട്ടിയാലുണ്ടല്ലോ എന്തൊരു വേദനയാ. അത് കേട്ടതും അതിനെ അച്ഛനെ മാത്രം കുറ്റം പറയണ്ട, നിന്റെ കരുത്തും അവന് കിട്ടിയിട്ടുണ്ട്. നിന്റെ കൈയും ഉരുക്ക് പോലെയല്ലേ ഇരിക്കുന്നേ. നീ ഒരാളെ ഒരു അടിയടിച്ചിട്ടുണ്ടെങ്കിലേ അവരുടെ കാര്യം അതോടുകൂടെ പോക്ക എന്നൊക്കെ പറയണം. അത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്ലുമോൻ്റെ ഭയങ്കര ചിരിയും സന്തോഷം കളിയാക്കിയ. അങ്ങനെ കിരണെടുത്ത് ഉമ്മയൊക്കെ കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴാണ് ശാരി വന്ന് കാറിൽ ഇറങ്ങിയത്. കാറിൽ നിന്നും ശാരി ഇറങ്ങിയതും നമ്മുടെ കിരണും കല്യാണിയും അങ്ങോട്ട് നോക്കുക. അവരിങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ കിരണേട്ടാ. അവളുടെ അടുത്തിരിക്കേണ്ടവനായിരുന്നു എൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എൻ്റെ മോളുടെ ജീവിതം. ബകാസുരൻ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അവൻ എൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് ചിന്തിക്കുന്നത്. അതെ, അയാൾക്ക് എല്ലാം അറിയാം. എല്ലാം അറിഞ്ഞിട്ടാ അയാളൊന്നും അറിയാത്ത പോലെ നടക്കുന്നത്. ഈശ്വര, എൻ്റെ മോളുടെ ജീവിതവും പോയി, എൻ്റെ ജീവിതവും പോയി. എന്ത് ചെയ്യാൻ പറ്റും കിരണേട്ടാ? അവരിങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക. ഇനി നമ്മളിവിടെ ഇരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കുന്നത് മനഃപൂർവ്വമാണെന്ന് പറയാൻ വേണ്ടിയാണോ കിരണേട്ടാ? പറഞ്ഞോട്ടെ, എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ അവളുടെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വരുമായിരിക്കും. എന്തൊരു കഷ്ടമാണ്, കുഞ്ഞുങ്ങളെ വെച്ചും മത്സരം. അപ്പുറത്ത് അവരുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ടൊന്ന് വെളിയിൽ വന്നിരിക്കാൻ പറ്റുന്നില്ലല്ലോ കല്യാണി. എന്ത് ചെയ്യാനാ കിരണേട്ടാ? അവരെന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ സംസാരിക്കുക. അപ്പോഴും ശാരി ഇങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കണത് കണ്ടതും കിരൺ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്ത് വേണം എന്നും കിരണിൻ്റെ ചോദ്യം. അത് കേട്ടതും ശാരി ഒന്നും മിണ്ടാതെ കണ്ണുനീർ തുടച്ചിട്ട് അവിടെ നിന്നും അകത്തേക്ക് പോവുക. എന്തോ കുഴപ്പമുണ്ടല്ലോ കല്യാണി അവരുടെ മുഖം കണ്ടിട്ട്. എനിക്കറിയില്ല കിരണേട്ടാ. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് വരുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഭയങ്കര സാധനമാണ്. അവരെ അങ്ങ് കണ്ണോടിച്ച് വിശ്വസിക്കണ്ട. എല്ലാം ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ. എല്ലാം കൊണ്ടും അവൾക്കിനി തിരിച്ചടിയിടുന്ന ആളുകളായിരിക്കും. കിട്ടിക്കോട്ടെ, അത് തന്നെ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ആൻറ്റിനൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അവരും പഠിച്ച കള്ളിയാ.
താരാൻ്റിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും അവർ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം നമ്മുടെ രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുൽ എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് ഫോണിൽ നോക്കിയിരിക്കുക. അപ്പോഴാണ് ശാരിയുടെ വരവ് കണ്ടത് രാഹുൽ തുറച്ചു നോക്കുക. അപ്പോൾ ശാരിയും രാഹുലിനെ തുറച്ചു നോക്കുക. കണ്ണുകൾ ചുവന്ന് നിറഞ്ഞൊഴുകി നിൽക്കുന്നത് കണ്ട് രാഹുൽ ഞെട്ടി. ഇവളെന്തെന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്താടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നീ എന്നെ തിന്നോ? അതേടോ ഞാൻ തന്നെ തിന്നും എന്നും പറഞ്ഞുകൊണ്ട് ശാരി നേരെ അങ്ങോട്ട് ചെന്നു. അല്ല നിനക്ക് എന്താ ശാരി പറ്റിയേ? എനിക്ക് എന്താ പറ്റിയത് തനിക്ക് അറിയത്തില്ല അല്ലേ? എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ നടക്കുന്ന തൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, താൻ ഒറ്റൊരുത്തനാടോ. ഈ ആണുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് തന്നെ പോലുള്ള ആണുങ്ങളെ. നീ എന്തൊക്കെയാ ശാരി പറയുന്നേ? താൻ ചതിയൻ. എൻ്റെ ശാരി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മോൾക്ക് വേണ്ടിയാ. അത് കേട്ടതും നമ്മുടെ ശാരി രാഹുലിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. പറയടോ, സത്യം പറയടോ, നമ്മുടെ മോൾക്ക് വേണ്ടിയാണോ താനെല്ലാം ചെയ്തത്? എടോ പറയാൻ. അത് കേട്ടതും രാഹുൽ, ശാരി നീ എന്തേ കാണിക്കുന്നേ? എൻ്റെ ഷർട്ടേന്ന് വിടില്ലടോ, തന്നെ ഞാൻ കൊന്നു ഞാൻ ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല. താനൊക്കെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. പല സത്യങ്ങളും ഓരോന്നോരോന്നായിട്ട് അറിയുക. എന്തായാലും താൻ ചെയ്തതൊന്നും ശരിയായില്ല. താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തൻ്റെ പെങ്ങളെ താൻ ചതിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇന്ന് താൻ ജീവിതകാലം മുഴുവനും കരയേണ്ടി വരുന്ന അവസ്ഥയായത്. എടോ തന്നെ ഞാൻ വെറുതെ വിടില്ലടോ, താൻ ജീവിച്ചിരിക്കാൻ പാടില്ല, താൻ ജീവിക്കരുത്, ചത്തുപോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി കഴുത്തിൽ ഊത്തിപ്പിടിക്കുക. അത് കണ്ടുകൊണ്ട് സരയി വരിക. അമ്മേ എന്തേ കാണിക്കുന്നേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ശാരിയെ പിടിച്ച് തള്ളുകയാണ് നമ്മുടെ സരയു. അപ്പോൾ ശാരി അങ്ങോട്ട് മാറി. എന്താ ഇത് ഒരു സമാധാനം ഇല്ലല്ലോ ഈ വീട്ടിൽ. എന്ത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ? ആദ്യം അച്ഛനായിരുന്നു തലയ്ക്ക് സ്ഥിരതയില്ലാതിരുന്നത്, ഇപ്പം അച്ഛൻ്റെ രോഗം അമ്മയ്ക്ക് പകർന്നു, അത്രയേ ഉള്ളൂ. എനിക്കൊരു കുഴപ്പമില്ല മോളെ, എനിക്ക് മാത്രമല്ല ഇയാൾക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് മുഴുവനും മറ്റു പലതുമാണ് എന്നൊക്കെ ശാരി പറയണേ. എന്ത് പലതും? വല്ലാത്തൊരു കഷ്ടം തന്നെ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാനും എൻ്റെ മനുവേട്ടനും കൂടെ അങ്ങ് അമേരിക്കയ്ക്ക് പോകുമ്പോൾ അമ്മയെ കൂടെ കൊണ്ടുപോകാമെന്നാണ് കരുതിയത്. പക്ഷേ അമ്മയുടെ ഈ സ്വഭാവത്തിന് ഞാൻ അമ്മയെ കൊണ്ടുപോവില്ല. അമ്മയും അച്ഛനും കൂടെ ഇവിടെ ഇരുന്ന് തമ്മിൽ തല്ലിച്ചാക്, അതായിരിക്കും നല്ലത്. എൻ്റെ മോളെ നീ ഇങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങളൊന്നും പറയല്ലേ. ആര് പറഞ്ഞു നടക്കാത്ത സ്വപ്നമാണെന്ന്? ഈ സ്വപ്നം നടക്കും എന്തായാലും. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. എൻ്റെ മനുവേട്ടനും ഞാനും അമേരിക്കയ്ക്ക് പോയി സമാധാനത്തോടെ ജീവിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്നും പോകാമല്ലോ. എനിക്ക് എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നുമ്പോൾ വന്ന് കണ്ടാൽ മതിയല്ലോ. എൻ്റെ മോളെ നടക്കാത്ത സ്വപ്നമാണെന്ന് ഇയാൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും ഇയാളത് നമ്മളോട് പറഞ്ഞില്ല. അത് കേട്ടതും നിങ്ങൾക്കൊക്കെ എന്താ? സത്യം ഞാൻ പറയാലോ, എനിക്കിപ്പോൾ ഈ വീട്ടിൽ ആകെയുള്ളൊരു ആശ്വാസം എൻ്റെ മനുവേട്ടനാ. അങ്ങനെയുള്ളപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ മനുവേട്ടിനെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് വരാനാണ് രണ്ടെണ്ണത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല, സമ്മതിക്കില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് സരയു മുകളിലേക്ക് പോയി. കേട്ടോ എന്ന് അവളിപ്പോഴും അവനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. പല സത്യങ്ങളും ഓരോന്നോരോന്നായിട്ട് അറിഞ്ഞുകൊണ്ട് വരിക. എന്തായാലും അവൾ അമേരിക്കയ്ക്ക് പോകില്ല. പക്ഷേ ഞാനും ഭ്രാന്താശുപത്രിയിലേക്കും പോയില്ല. പോകാൻ പോകുന്നത് ജയിലിലേക്കായിരിക്കും. തനിക്ക് ഞാൻ വിഷം തരും, അതുറപ്പാ. മകൾക്ക് വേണ്ടി മാത്രമാണ് താൻ എല്ലാം ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതിനു വേണ്ടി തന്നെ ഞാൻ തനിക്ക് വിഷം തരും. അത് കേട്ടതും നമ്മുടെ രാഹുൽ പേടിച്ച് വിറച്ച് ശാരിയെ നോക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജയിലിൽ പോകാനും എനിക്ക് പേടിയില്ല. പക്ഷേ തന്നെപ്പോലെ ഒരാളും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല. താനും അവനൊക്കെ ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് ദേഷ്യപ്പെട്ടു പോവുക. ഈ സമയം ഇവൾക്കിതെന്താ പറ്റിയേ? വെറുതെ എന്തിനാ എൻ്റെ മക്കിട്ട് കയറുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. സരയു കുഞ്ഞാവെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും സരയുവിൻ്റെ പുറകിൽ വന്നു. ഈശ്വര, ഈ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവമേ, ഞാനും എൻ്റെ ഭർത്താവും കൂടെ ചേർന്ന്, ഞാനും ആ ബഗാസുരനും കൂടെ ചേർന്ന് ചെയ്ത പാപങ്ങളെല്ലാം എൻ്റെ മകളുടെ തലയിലാണല്ലോ വന്നു വീഴുന്നത്. അതുകൊണ്ടായിരിക്കും ബഗാസുരൻ ഇടയ്ക്കിടയ്ക്ക് കിരണിനെ കൊണ്ട് സരയുവിനെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഈ ജന്മത്ത് നടക്കാത്ത കാര്യമാണല്ലോ. എന്ത് ചെയ്യാനാ എൻ്റെ മോളെ, നിൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ മോളെ. അത് ഓർക്കുമ്പോൾ നിനക്കായിരിക്കും ഭ്രാന്ത് പിടിക്കാൻ പോകുന്നേ. ബഗാസുരൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ മോളോട് ഇതെങ്ങനെ പറയും? എൻ്റെ മോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഒറ്റയ്ക്ക് നിന്ന് കരയുക. അപ്പോഴേക്കും സരയു തിരിഞ്ഞു നോക്കി. എന്തിനാ എൻ്റെ പുറകിൽ വന്ന് നിന്ന് മോങ്ങുന്നേ? അമ്മ ചെയ്യുന്ന തെറ്റിന് തന്നെയാണ് ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തിയത്.
ഒരു കാര്യം ഞാൻ പറയാമേ, അമ്മ വെറുതെ ഇങ്ങനെ അച്ഛൻ്റെ മെക്കിട്ട് കയറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നെ അപ്പുറത്തുള്ളവള് ഭയങ്കര പ്രാർത്ഥനയിലായിരിക്കും നമ്മുടെ കുടുംബം തകർന്നു പോണേന്ന്. അങ്ങനെയുള്ളപ്പോൾ അമ്മയും അച്ഛനും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മോളെ, എനിക്കൊന്നും പറയാനില്ല. ഞാനൊരു കാര്യം പറയാം, നീ അങ്ങനെ ആരെയും വിശ്വസിക്കരുത്, ആരെയും വിശ്വസിച്ച് കൂടെ പോകരുത്. അമ്മ ആരെയാ ഉദ്ദേശിച്ചത് എന്നും സരയു അത് പിന്നെ ലോക്കറിലിരിക്കുന്ന സ്വർണ്ണമൊക്കെ എത്രയും പെട്ടെന്ന് എടുക്കണം, എന്നിട്ട് അതൊക്കെ വിറ്റ് പൈസ എടുത്ത് അക്കൗണ്ടിലിടണം. അയ്യോ മോളെ, സ്വർണം മാത്രം എടുക്കരുത്. അതെന്തിനാ? ലോക്കറിൽ വെച്ച സ്വർണ്ണം ഇരട്ടിയാവോ? ഇല്ലെങ്കിൽ വളരുമോ? എൻ്റെ അമ്മേ, സ്വർണം ലോക്കറിൽ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. മനുവേട്ടനും അത് പറഞ്ഞായിരുന്നു, സ്വർണം എടുത്തിട്ട് എത്രയും പെട്ടെന്ന് അത് വിറ്റ് ബാങ്കിൽ കാശിടണമെന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാ. മോളെ, ഒരിക്കലും അവൻ പറയുന്നത് നീ കേൾക്കരുത്. അയ്യടാ, എൻ്റെ ഭർത്താവ് പറയുന്നതല്ലാതെ പിന്നെ ഞാൻ ആര് പറയുന്നത് കേൾക്കണം? ഈ വീട്ടിൽ എന്നെ ആകെപ്പാടെ സ്നേഹിക്കാനുള്ളത് എൻ്റെ മനുവേട്ടനാ. അങ്ങനെയുള്ളപ്പോൾ എനിക്കെൻ്റെ മനുവേട്ടനെ അല്ലാതെ മറ്റാരെയും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതൊക്കെ എൻ്റെ സ്വർണ്ണം, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. അല്ലാതെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. മനസ്സിലായല്ലോ? ഞാനും മനുവേട്ടനും കൂടെ അമേരിക്കയ്ക്ക് പോയി കഴിയുമ്പോൾ അമ്മ ഒരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ നിന്നാൽ മതി, അതായിരിക്കും നല്ലത്. മോളെ, നീ എപ്പോഴെങ്കിലും മനുമോൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടോ? അവൻ നിന്നെ കൊണ്ടുപോയിട്ടുണ്ടോ? അതുപോലെ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും കല്യാണത്തിൻ്റെ അന്ന് കണ്ടതല്ലേ, പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പം അതാണ് അമ്മയുടെ കുഴപ്പം. എല്ലാ വീട്ടിലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺമക്കൾക്ക് ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും പ്രശ്നം. ഇതെനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ് പ്രശ്നം. മനുവേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോയി നിൽക്കുന്നില്ലെന്നല്ല നമ്മുടെ പരാതി. മനുവേട്ടനോട് ഞാൻ പറയാം, എന്നിട്ട് മനുവേട്ടൻ്റെ വീട്ടിൽ പോയി ഞാൻ നിൽക്കുകയും ചെയ്യാം. അമ്മ പേടിക്കൊന്നും വേണ്ട, ഇനി ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല. അത്രയും ദിവസം ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണണ്ടല്ലോ, വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ആ തൊട്ടിലൊന്നിട്ടാട്ട് എന്നും പറഞ്ഞുകൊണ്ട് സരയ അവിടെ താഴേക്ക് പോവുക. ഈ സമയം കുഞ്ഞിനെ തൊട്ടിലാട്ടിക്കൊണ്ട് ശാരി, ഈശ്വര, അവനെപ്പോലെ ഒരു വൃത്തികെട്ടവൻ്റെ കുഞ്ഞായതുകൊണ്ട് ആ വെറുപ്പ് എനിക്കിപ്പോൾ നിന്നോടും തോന്നുക മോളെ. എന്ത് ചെയ്യണമെന്നറിയില്ല, എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായിപ്പോയി. അവൻ്റെ കുഞ്ഞായിട്ടാണല്ലോ നീ ജനിച്ചത്. ഈശ്വര, നിന്നെ ഇനി എങ്ങനെയൊക്കെ എല്ലാവരും സ്നേഹിക്കും? സത്യം അറിഞ്ഞാൽ എൻ്റെ മോൾക്ക് പോലും ഭ്രാന്ത് പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോൾ മോളെ നിന്നെപ്പോലും അവൾ ഉപേക്ഷിക്കും, അതുറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നോക്കി ശാരി കരയുക. ഈ സമയം ശാരി ഫോണെടുത്ത് മനോഹറിനെ വിളിക്കുകയാണ്. അപ്പം മനോഹർ, ഈശ്വര, അമ്മായിയമ്മയാണല്ലോ വിളിക്കുന്നത്, എന്തിനായിരിക്കും ഹലോ അമ്മേ എന്ന് മനോഹർ ഒരു നീട്ടി വിളി. അത് കേട്ടതും മനുമോനിപ്പോൾ എവിടെയാ? അത് 2 ആൾക്കാർ വന്നിട്ടുണ്ടേ, അവരെ കാണാൻ വേണ്ടി പോയിരിക്കുക. എവിടെ നിന്ന്? ബ്രസീലിൽ നിന്നോ? പെലെയാണോ അതോ നെയ്മറോ? അത് കേട്ടതും അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നമുക്ക് ആ രാജ്യത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇതൊക്കെയാണല്ലോ ഓർമ്മ വരുന്നത്, ഇവരെയൊക്കെ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മായിയമ്മ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലേ? തമാശയൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങി. എനിക്ക് നിന്നെ എത്രയും പെട്ടെന്നൊന്ന് കാണണം. അത് പിന്നെ അമ്മേ, ഞാൻ കുറച്ച് തിരക്കില്ല. എത്ര തിരക്കാണെങ്കിലും എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. അത് കേട്ടതും എന്നാൽ ശരി, ഞാൻ എവിടെ വരണമെന്ന് വിളിച്ച് പറയാം, അമ്മ അങ്ങോട്ട് വന്നാൽ മതി. ശരി എന്നും പറഞ്ഞുകൊണ്ട് ശാരി ഫോൺ കട്ട് ചെയ്തു. അമ്മായിയമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്താ ഇത്ര കടുപ്പത്തിലുള്ള സംസാരം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ കാറും എടുത്ത് നേരെ അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തികയാണ്. അമ്മയുടെ ചുറ്റും ഭീഷണിയുണ്ട്, അമ്മ സൂക്ഷിക്കണം. അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അമ്മയ്ക്ക് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പ്രകാശിനെ പോലെ ശക്തിയുള്ളവർ, അതായത് ഇപ്പം പണത്തിൻ്റെ മേലെ പണം കണ്ട് ശക്തി കൂടിയവർ ചിലപ്പോൾ അമ്മയെ കൊല്ലാനുള്ള വഴികൾ നോക്കും. അതെല്ലാം അമ്മ സൂക്ഷിച്ചും കണ്ടും വേണം നോക്കി നിൽക്കാൻ. കേട്ടല്ലോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ. ഈ ഹോട്ടലിൽ നമുക്ക് പരിചയമുള്ളവരാണല്ലോ. ഇവിടെയുള്ള ഈ ഹോട്ടലിൻ്റെ മുതലാളി ചെന്നൈക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ഹോട്ടലിലല്ലേ താമസിക്കുന്നത്. അതുകൊണ്ട് അയാൾ എന്നെ നോക്കിക്കോളും, പ്രൊട്ടക്റ്റ് ചെയ്തോളും. എനിക്കൊരാപത്ത് സംഭവിക്കാതെ അയാൾ കൂടെ ഉണ്ടാവും. അത് കേട്ടതും ഈശ്വര, എനിക്ക് നല്ല പേടിയുണ്ട്. ആ വിക്രമും പ്രകാശനും ഒക്കെ അമ്മയെ കൊല്ലുന്ന കാര്യം സംസാരിക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ തീ. എന്നിട്ടും ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിലടക്കി വെച്ചുകൊണ്ട് അമ്മയെ കാണാൻ വരുമ്പോഴും എനിക്ക് പേടിയുണ്ടമ്മേ, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഒരിക്കലുമില്ല മോളെ, എനിക്കൊന്നും സംഭവിക്കില്ല. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ പറ്റുന്നതുകൊണ്ട് ഒന്ന് കരുതിയിരുന്നോളാം ഞാൻ. നീ പേടിക്കൊന്നും വേണ്ട. അമ്മ സൂക്ഷിക്കണം. ആ പ്രകാശനെ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ കള്ളനാ, പേരും കള്ളൻ. എനിക്കറിയാം മോളെ. അവൻ്റെ കൂടെ കുറച്ചു കാലം ജീവിച്ചതല്ലേ ഞാൻ. അങ്ങനെയുള്ളപ്പോൾ അവനൊരു പക്ക ക്രിമിനൽ ആണെന്നും ഒരു ഫ്രോഡാണെന്നും ഒക്കെ എനിക്കറിയാം.
എന്ത് ചെയ്യാനാ, അവനെ തീർക്കാനാണല്ലോ നമ്മൾ എന്തായാലും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും അവന് തിരിച്ചടി കൊടുക്കാനുള്ള സമയമായി എന്നൊക്കെ പറയുക. ഈ സമയം ആ ഗുണ്ട നമ്മുടെ ലക്ഷ്മി താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തുകയാണ്. എന്നിട്ട് സ്ലോ മോഷനിൽ അകത്തേക്ക് കയറി ചുറ്റോട് ചുറ്റും നോക്കി, എവിടെയും ആരെയും കാണുന്നില്ല. സംശയമില്ലാത്ത രീതിയിൽ അയാൾ പോയി ലിഫ്റ്റിൻ്റെ ബട്ടൺ അമർത്തുക. അങ്ങനെ ലിഫ്റ്റ് തുറന്നു. അയാൾ ലിഫ്റ്റിനകത്ത് കയറി നിന്നു. ഈ സമയം കാർത്തികയും ലക്ഷ്മിയും അവിടെ റൂമിലും ഗുണ്ട വെളിയിലും. ഇനി എന്ത് സംഭവിക്കുമെന്ന് നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.